പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നോമ്പുകാല ചിന്തയിലൂടെ നാം ധ്യാനിക്കുന്നത്, നാം രക്ഷയുടെ പരിധിയിലാണോ? ഈ മണിക്കൂറിൽ നാം ധ്യാനിക്കുന്നത്, ഞാൻ കർത്താവിൻ്റെ രക്ഷയുടെ പരിധിയിലാണോ എന്ന് ചിന്തയാണ്. വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമ്യ പ്രവചന പുസ്തകത്തിൽ 5-ാം അധ്യായം 14 തിരുവെഴുത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വചനം ഞാൻ നിന്റെ നാവിൽ അഗ്നിയാക്കും, അവരെ ഞാൻ വിറക് പോലെയാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തെ വിറകായും കർത്താവിൻ്റെ വചനത്തെ അഗ്നിയായിട്ടും ജെറമ്യ പ്രവചനം 5:14 തിരുവെഴുത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്. ആകയാൽ ദൈവമക്കളെ, ഈ മണിക്കൂറിൽ നാം കേൾക്കുന്ന വചനം, കർത്താവിൻ്റെ വചനം അഗ്നിയായി നമ്മുടെ ജീവിതത്തെ ശുദ്ധി ചെയ്യാൻ, വിറകായിരിക്കുന്ന നമ്മുടെ മേൽ അവിടുത്തെ വചനം, അഗ്നിയുള്ള വചനം കത്തിച്ച് അശുദ്ധി മുഴുവൻ ചാമ്പലാക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വചനത്തെ ഏറ്റവും അധികം സ്വീകരിച്ച് സൂക്ഷിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ മണിക്കൂറിൽ നോമ്പുകാല ചിന്തകൾ ധ്യാനിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഏറ്റവും അധികം വചനത്തിന് ഇടം കൊടുത്ത്, വചനത്തിന് പുറത്തേക്ക് ലോകത്തിന് വിളവെടുപ്പ് നടത്തിയ പരിശുദ്ധ അമ്മ, വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും ഒരേപോലെ സ്വീകരിച്ച് ലോകത്തിന് കൊടുത്ത അമ്മയെ നമുക്ക് ഈ മണിക്കൂറിൽ മധ്യസ്ഥയായിട്ട് ക്ഷണിക്കാം. ചേർന്ന് ഈ മണിക്കൂറിൽ വചനം ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം 17 തിരുവാക്യം. അവിടെ ദൈവപിതാവ് പറയുന്ന വാക്കെങ്ങനെയാ? ഞാൻ എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് ലോകത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മകനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് എൻ്റെ മകൻ വഴി ലോകത്തെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും ഇന്നും ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന സമൂഹം കർത്താവിൻ്റെ രക്ഷയുടെ ആ മനോഭാവത്തിൽ, രക്ഷയുടെ അനന്തത്തിൽ, ദാവീദ് രാജാവ് പറയുന്ന വാക്കുണ്ടല്ലോ, സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായം 12 തിരുവാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? അങ്ങയുടെ രക്ഷയുടെ ആനന്ദം എനിക്ക് വീണ്ടും തരണമേ. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ ആനന്ദം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദാവീദ് രാജാവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ, രക്ഷയുടെ ആനന്ദം എനിക്ക് തരണമേ. പലർക്കും ആനന്ദമില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല, ക്രിസ്തുവിന്റെ ബലിയിൽ ആനന്ദിക്കാൻ പറ്റുന്നില്ല. ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഒരു കടത്ത് കഴിക്കുന്നത് പോലെ കടന്നു പോവുകയാണ്. രക്ഷയുടെ ആനന്ദം എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവപിതാവിന്റെ സ്വപ്നത്തെയാണ് നമ്മൾ ഇവിടെ തകർക്കുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുക, യോഹന്നാന്റെ പുസ്തകം 3:17, എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അത് ലോകത്തെ ശിക്ഷയിൽ വിധിക്കാനല്ല, ശിക്ഷയിൽ കഴിയാനല്ല, നിരാശയിൽ കഴിയാനല്ല, മറിച്ച് അവൻ വഴി രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. തൊട്ട് മുന്നത്തെ വാക്യത്തില് യോഹന്നാന്റെ പുസ്തകം 3:16 തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് എങ്ങനെയാ? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രേമലേഖനമാണ്, ഏറ്റവും വലിയ സ്നേഹക്കത്താണ് കർത്താവ് യോഹന്നാന്റെ പുസ്തകം 3:16 എഴുതി വെച്ചിരിക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ അവൻ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഇതിനേലും വലിയൊരു സ്നേഹകത്ത് ലോകം കണ്ടിട്ടില്ല. എന്നിട്ടും ദൈവത്തിൻ്റെ ഈ രക്ഷയുടെ മനോഭാവത്തിൽ, ആനന്ദത്തിൽ ദൈവമക്കളെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാം ഇന്ന് ചിന്തിക്കണം, ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ പരിധിയിലാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ 2-ാം അധ്യായം 8 തിരുവാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ശ്രദ്ധിക്കണമേ, കേട്ടെ, വിശ്വാസം വഴി കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കുകയാണ്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, മറിച്ച് ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം വഴി കൃപയാൽ. എന്താണ് കൃപ എന്ന് പറയുന്നത്? കൃപ അർഹിക്കാത്തവനോട് ദൈവം കാണിക്കുന്ന കാരുണ്യമാണ് കൃപ. കൃപയാണ് നാം അനുഭവിക്കുന്നത്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ കൃപയാണ് കാൽവരിയിൽ നാട്ടപ്പെട്ട കുരിശുമരത്തിൽ ക്രിസ്തു എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ദൈവം അയച്ച കൃപയാണ് ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അർഹിക്കാത്തവന് ദൈവം കൊടുക്കുന്ന കാരുണ്യം. ശരിക്കും നമ്മൾ അർഹിക്കുന്നത് എന്താണ്?
പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊക്കെ വിധിക്കപ്പെടുന്നത് മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അത് നമ്മൾ നേടേണ്ടതിന്, നമ്മൾ സ്വീകരിക്കേണ്ടതിന് അതെല്ലാം പരിഹാരമായിട്ട് ക്രിസ്തു സ്വയമായിട്ട് ഒരു മരണം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, യോഹന്നാന്റെ പുസ്തകം ഒന്നാമത്തെ ലേഖനത്തില് 2-ാം അധ്യായം 2 തിരുവാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എങ്ങനെയാ? അവൻ നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പരിഹാര ബലിയാ. എന്റെ പാപത്തിന് ഞാൻ നേടേണ്ടതും മരണമാ, നിങ്ങളുടെ പാപത്തിന് നമ്മൾ നേടേണ്ടതും മരണമാ. മറിച്ച് ക്രിസ്തു നമ്മളിതിൽ നിന്നൊഴിവാക്കി അവൻ ഏറ്റെടുത്തു. ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കരുണ എന്ന് പറയുന്നത് അർഹിക്കുന്നത് നമുക്ക് ദൈവം തരാതെ ദൈവം സ്വയമായിട്ട് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. അർഹിക്കുന്ന മരണം നമുക്ക് തരാതെ ക്രിസ്തു ഏറ്റെടുത്തതിന് പറയുന്ന പേരാണ് കരുണ. ഹല്ലേലൂയ. ആകയാൽ ദൈവമക്കളെ, ഇന്ന് ദൈവത്തിന്റെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് നിന്റെ ഹൃദയത്തെ ചേർത്ത് ചിന്തിക്കണം. ക്രിസ്തു കാൽവരിയില് ഈ കരുണ കാണിച്ചപ്പോ, കരുണ വെളിപ്പെടുത്തിയപ്പോ ഇന്ന് എനിക്കതിൽ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വാസം വഴി കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. രക്ഷപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ രക്ഷപ്പെടലും രക്ഷിക്കപ്പെടലും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോ ഒരു അപകടത്തിലോ ഒരു വെള്ളത്തിലോ നമ്മൾ വീണു, സ്വയമായിട്ട് നമ്മൾ നീന്തി രക്ഷപ്പെടുവോ? സ്വയപ്രവൃത്തി കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതിന് പറയുന്ന വാക്കാണ് രക്ഷപ്പെട്ടു എന്ന് പറയുക. എന്നാൽ പൗലോസിലേക്ക് എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കൂ. നമ്മൾ രക്ഷപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടു എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? മറ്റൊരാൾ വഴി നമ്മുടെ ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അതിനാണ് രക്ഷിക്കപ്പെട്ടു എന്നുള്ള വാക്ക് സൂചിപ്പിക്കുക. പാപം വഴി നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ അത് ക്രിസ്തു തന്റെ മരണം വഴി അവൻ ഏറ്റെടുത്ത്, അവൻ വഴിയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. സ്വന്തം പുത്രനെ അയച്ച് ദൈവം നമുക്കതിന് പരിഹാരം ചെയ്തു. മറ്റൊരാൾ വഴി, ക്രിസ്തു വഴി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ ബലിയർപ്പണമാണ്, കാൽവരിയിലെ ബലിയർപ്പണമാണ് എല്ലാത്തിൽ നിന്നും. ഇന്ന് നിനക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ, രോഗമോ വേദനയോ നാശമോ നഷ്ടമോ ആപത്തോ, ഇന്ന് അനുഭവിക്കുന്ന ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ, അതിനൊക്കെ ഒറ്റ പരിഹാരം കുരിശിലെ മരണമാണ്, ക്രിസ്തുവിന്റെ ബലിയ. പ്രൈസ് ദി ലോർഡ്. ഈ രക്ഷയിലേക്ക് നിനക്കിന്ന് കടന്നു വരാൻ പറ്റുന്നുണ്ട്? ഈ പരിധിയിലാണോ ഇന്ന് നിൽക്കുന്നത്? ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3:13 തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് എങ്ങനെയാ? നമ്മെ പ്രതി ക്രിസ്തു നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു, എന്നിട്ട് അവൻ ശപിക്കപ്പെട്ടവരെ പോലെ മരണത്തിന് കീഴടങ്ങി. നമ്മെ പ്രതി നിയമം എന്താ? പാപത്തിന്റെ ശമ്പളം മരണം. നമ്മെ പ്രതി നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്ന്. റോമൻ ഭരണകൂടം ഏറ്റവും ശപിക്കപ്പെട്ടവന് നീചന് കൊടുക്കുന്ന മരണമായിരുന്നു കുരിശു മരണം. അന്നുവരെ കുരിശ് ശാപത്തിന്റെ അടയാളമായിരുന്നു. പക്ഷെ ക്രിസ്തു ആ മരണത്തോട്, കുരിശോട് ചേർന്നപ്പോ അന്നു മുതൽ അത് രക്ഷയുടെ അടയാളമായി. ശപിക്കപ്പെട്ടവനായി തീർന്ന് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ പാപത്തിന്റെ പരിഹാരമായിട്ട് ക്രിസ്തു കാൽവരിയിൽ ശപിക്കപ്പെട്ടവനായത്. എൻ്റെ നിങ്ങളുടെയൊക്കെ പാപത്തിന്റെ, കൊടും പാപത്തിന്റെ പരിഹാരമായിട്ട് ക്രിസ്തു കാൽവരിയിൽ ബലിയായത്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറയുന്നത്, ആ രക്ഷയുടെ ആനന്ദം എനിക്ക് വീണ്ടും തരണമേ. ആ രക്ഷയുടെ ആനന്ദം, കുരിശിലെ ബലിയുടെ ആനന്ദം. പൗലോസ് അപ്പോസ്തലന്മാരൊക്കെ യേശുവിനെ കുറിച്ച്, അവന്റെ ബലിയെ കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ അവർക്കൊരു ആനന്ദം ഉണ്ടായിരുന്നു. അവൻ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തവനാണെന്ന്, അവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ജയമെടുത്തവനാണെന്ന് പറയുമ്പോൾ അവർക്കൊരു ആനന്ദം ഉണ്ടായിരുന്നു. ഈ ആനന്ദം എനിക്ക് നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ രക്ഷയുടെ പരിധിക്ക് പുറത്താ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തില് 21-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവാക്യം, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ പിറുപിറുത്ത് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു എന്ന് ബൈബിൾ എഴുതിയിരിക്കുക. ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. സർപ്പദംശനം ഏൽക്കുന്നവരൊക്കെ വീണ് പിടഞ്ഞു മരിക്കാൻ തുടങ്ങി. അപ്പൊ ജനം വന്ന് മോശയുടെ അടുത്ത് വിലപിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റിപ്പോയി. ഇസ്രായേൽ ജനത്തെ നോക്കിക്കോ, ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്നവരാ. വിശന്നപ്പം മന്ന ചോദിച്ചു, വിശക്കുന്ന ഭക്ഷണം ചോദിച്ചു, ദൈവം മന്ന കൊടുത്തു. മന്ന ആദ്യം കിട്ടിയപ്പോ അവര് പറഞ്ഞു, ഇത് തേൻ ചേർത്ത ഒരു അപ്പത്തിന്റെ രുചിയാണെന്ന്.
പിന്നീട് ഈ മന്ന കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, എണ്ണ ചേർത്ത് ചുട്ട് തിന്നുന്ന അപ്പത്തിന്റെ രുചിയാണെന്ന്. ഇത്രേ കൃപയോട് കൂടിയിട്ട് ദൈവം തന്ന ഭക്ഷണത്തെ അവർ വിശേഷിപ്പിച്ചത്. പക്ഷേ തിന്നും മടുത്തു കഴിഞ്ഞപ്പോ മരുഭൂമിയിൽ വെച്ച് അവർ മോശയ്ക്കും ദൈവത്തിനെതിരെ പറഞ്ഞു, ഈ വിലകെട്ട അപ്പം. അപ്പൊ തേൻ ചേർത്ത രുചി നഷ്ടപ്പെട്ടു പോയി, എണ്ണ ചേർത്ത് ചുട്ടെടുത്ത അപ്പത്തിന്റെ രുചി നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ അവര് പറയാ, ഇത് ഒരു വിലകെട്ടപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ മോശയ്ക്കെതിരെ ഒരു പെറുപെറുക്കുക. പിന്നെ എങ്ങനെ ദൈവത്തിന്റെ കോപം ജ്വലിക്കാതിരിക്കും? ദൈവമക്കളെ, ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ഇസ്രായേൽ മക്കൾ വളരെയേറെ പേർ മരിച്ചു വീണുവെന്ന് അവിടെ തിരുവെഴുത്ത് എഴുതി വെച്ചിരിക്കുക. മോശ ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തിന് മുന്നിൽ കൈ ഉയർത്തി കഴിഞ്ഞപ്പോ ദൈവം ഉത്തരം പറഞ്ഞു കൊടുത്തു, നീ പിച്ചള കൊണ്ടൊരു സർപ്പമുണ്ടാക്കി, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കെട്ടി ഉയർത്തി നിർത്താൻ. ദൈവം പറഞ്ഞ വ്യവസ്ഥ ദൈവം അപ്പാടെ അനുസരിച്ചു. ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ചു. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കെട്ടി ഉയർത്തി നിർത്തിയപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ആരെല്ലാം സർപ്പദംശനമേറ്റ് വീഴുന്നവരുണ്ടോ ഈ സർപ്പത്തെ നോക്കിയാൽ, ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവർ രക്ഷപ്രാപിക്കും. ദൈവം വെച്ച വ്യവസ്ഥ അനുസരിച്ചവരൊക്കെ രക്ഷപ്പെട്ടു. ഇനി ആരെങ്കിലും ഒക്കെ സർപ്പദംശനം ഏറ്റിട്ട് വേറെ വല്ല വഴിക്ക് തേടാനായിട്ട് വൈദ്യന്റെ അടുത്തേക്കോ, മരുഭൂമിയിലാണ് എന്നാൽ തന്നെയും വേറെ വല്ല ഒരു ചികിത്സാ രീതിയിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ വഴി വീണ് മരിച്ചിട്ടുണ്ടാവും. ദൈവം പറഞ്ഞ വ്യവസ്ഥ ആരൊക്കെ ഉൾക്കൊണ്ടുവോ അനുസരിച്ചോ ദംശനമേക്കുന്നവരൊക്കെ ആ പിച്ചള സർപ്പത്തെ നോക്കി അവർ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ പുസ്തകത്തില് 3-ാം അധ്യായം 13 തിരുവെഴുത്തില് അവിടെ എഴുതി വെച്ചിരിക്കുക, 3, 13, 14 വാക്യങ്ങളിൽ, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി മനുഷ്യപുത്രനും ഇതുപോലെ ഉയർത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഭംഗിയുള്ള വാക്കാണ്, നോക്കിയേ, കേട്ടെ ഒന്നുകൂടെ. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്ന മക്കൾ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി മനുഷ്യപുത്രനും ഇതുപോലെ ഉയർത്തപ്പെടണം. ഏതുപോലെ? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ വടിയിൽ കെട്ടി ഉയർത്തി നിർത്തിയതുപോലെ, ഒരു ടവർ അല്ലേ ഉയർത്തി നിർത്തിയതുപോലെ കാൽവരിയില് മനുഷ്യപുത്രനും ഇതുപോലെ ഉയർത്തപ്പെടണം. അവനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. അവനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. ദൈവമക്കളെ, നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉയർത്തപ്പെട്ട ഒരേ ഒരു ടവറേ ഉള്ളൂ കാൽവരിയില്, അത് ക്രിസ്തുവിന്റെ കുരിശുമരണമാണ്. ഒറ്റ നെറ്റ്വർക്കേ ഉള്ളൂ. അതേതാണ്? ക്രിസ്തുവിന്റെ കുരിശുമരണം. ഇന്ന് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരല്ല എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും. ഓരോ ഫോണിലും ഓരോ സിമ്മിനും ഓരോ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിന്റെ പരിധിക്ക് പോയാൽ ആ വ്യക്തിനെ നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് വോയിസ് കേൾക്കും, ആ വ്യക്തി പരിധിക്ക് പുറത്താണ്, അല്ലെങ്കിൽ പറയും ഔട്ട് ഓഫ് കവർ ഏരിയ. ആ വ്യക്തി പരിധിക്ക് പുറത്താ. ക്രിസ്തു കാൽവരിയില് ഒരു ടവർ സ്ഥാപിച്ചിരിക്കുക. രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നും ഈ ആനന്ദത്തിൽ ജീവിക്കാൻ, അവനെ നെഞ്ചിലേറ്റി ജീവിക്കാൻ, അവന്റെ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ ക്രിസ്തു ഒരു ടവർ സ്ഥാപിച്ചു വെച്ചിരിക്കുക. നിത്യ റേഞ്ച്, നിത്യ ടവർ, നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇന്ന് ഞാനും നിങ്ങളും പരിധിക്ക് പുറത്താണോ? ദൈവം നോക്കുമ്പോ നീ ഇന്ന് രക്ഷയുടെ റേഞ്ചിലായിരിക്കോ? ദൈവം എന്നെ നോക്കുമ്പോ ഞാൻ ഇന്ന് രക്ഷയുടെ റേഞ്ചിലായിരിക്കോ? പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കണം. ഇന്ന് ഈ നോമ്പ് കാലത്ത് ചിന്തിക്കണം. അനുഷ്ഠാനങ്ങൾ ആ വഴിക്ക് വരും, ആചാരങ്ങൾ വരും, നോമ്പുണ്ടാവും, ഉപവാസം ഉണ്ടാവും, പ്രാശ്ചിത്ത പ്രവൃത്തി ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുമ്പോഴും ഒറ്റ കാര്യം, ഞാൻ എൻ്റെ ക്രിസ്തുവിന്റെ രക്ഷയ്ക്ക് പരിധിക്ക് പുറത്താണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതുകൊണ്ടൊക്കെ എന്താ ഫലമുള്ളത്? ഞാൻ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ ഒരു കടത്ത് കഴുത്തുപായില്ലേ? ഇതൊരു യാന്ത്രിക ബുദ്ധിയായി മാറിപ്പോവില്ലേ? ഞാൻ വരേണ്ടത് ക്രിസ്തുവിനെ നെഞ്ചിലേറ്റി അവൻ എനിക്ക് വേണ്ടി പരിഹാരം ചെയ്തവനാണെന്നറിഞ്ഞ് എൻ്റെ ജഡത്തിലുള്ള എല്ലാ പാപത്തെയും നിത്യമായി ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് വിശുദ്ധിയുള്ളൊരു ജീവിതം കാഴ്ചവെക്കുമ്പോഴേ ക്രിസ്തു കുരിശിൽ നേടിയ രക്ഷയുടെ സമ്പൂർണത കൈവരിക്കുള്ളൂ. അതുകൊണ്ടാ യോഹന്നാൻ 3:17 ദൈവം തന്റെ സ്വപ്നം എഴുതി ചേർത്തത്, ഞാൻ എൻ്റെ പുത്രൻ അയച്ചത് അവൻ വഴി, ആ ബലിയർപ്പണം വഴി ലോകം മുഴുവനും നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടത് നമ്മളെ സകല പാപങ്ങളിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പത്രോസ്യൊക്കെ പറയുന്നുണ്ടല്ലോ, 1-ാമത്തെ ലേഖനത്തില് 2:24, അവൻ നമ്മുടെ പാപങ്ങളുടെ പരിഹാരമാണ്. അവന്റെ പീഡയാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അവന്റെ പീഡയാൽ നമ്മൾ രക്ഷ പ്രാപിച്ചു. അവന്റെ പീഡയാലാണ് നമുക്ക് ജയമുള്ളത്. ഹല്ലേലൂയ.
അവന്റെ പീഡയോ ഓർത്ത് ധ്യാനിച്ചാൽ നമുക്ക് നൊമ്പരമുണ്ടാകുന്നുണ്ടോ? യേശുവിന്റെ കുരിശിലേക്ക് നോക്കുമ്പോ എൻ്റെ ഉള്ളിൽ ഒരു നെഞ്ചിൽ നീറ്റലുണ്ടാവുന്നുണ്ടോ? വേദന ഉണ്ടാവുന്നു. കാരണം എൻ്റെ പാപത്തിന്റെ പരിഹാരമാണ്. ഞാൻ ഏൽക്കേണ്ട മരണമായിരുന്നു, ഞാൻ ഏൽക്കേണ്ട ശിക്ഷയായിരുന്നു, അവൻ ഏറ്റെടുത്തു. ഇങ്ങനെ ചിന്തിക്കുമ്പോ ആ ക്രിസ്തുവിനെ ചങ്കിൽ നിന്ന് താഴെ ഇറക്കാൻ നമുക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ. ജെറമ്യ പ്രവചന പുസ്തകത്തില് 2:3 ഒരു യൗവനത്തിൽ ഒരു വധുവിനോടടുത്ത സ്നേഹം നിനക്കുണ്ടായിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എവിടെയാ നഷ്ടപ്പെട്ടത്? അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 2:3-4 എഴുതി വെച്ചിരിക്കുന്നത്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു. നിനക്ക് എന്നോടുണ്ടായിരുന്ന ആദ്യമുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. എവിടെയാണ് അധപതിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ച പോലെ നമ്മളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അങ്ങയുടെ രക്ഷയുടെ ആനന്ദം എനിക്ക് വീണ്ടും തരണമേ. എവിടെയാ എനിക്ക് നഷ്ടപ്പെട്ട് കാലിടറിയത്? എവിടെയാ എനിക്ക് എൻ്റെ ക്രിസ്തുവിനോട് സ്നേഹം നഷ്ടപ്പെട്ടു പോയത്? തിരിച്ചറിഞ്ഞ് ആദ്യ പ്രവൃത്തി ചെയ്യാൻ കർത്താവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഈ നോമ്പുകാലത്തിൽ ദൈവത്തിന്റെ ഈ കുരിശിൽ ദൈവം വിഭാവനം ചെയ്ത ഈ രക്ഷ, അത് ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിൽ, ആനന്ദിക്കുന്നില്ലെങ്കിൽ, ഞാൻ ചിന്തിക്കണം, എൻ്റെ ജഡം എവിടെയെല്ലാം ഇതിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ ക്രിസ്തുവിനെ മാറ്റി നിർത്തി എന്തിനെല്ലാം പകരം ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ മാർപ്പാപ്പയുടെ വാക്കുണ്ടല്ലോ, 1 പത്രോസ് ലേഖനത്തില് 3:15, ക്രിസ്തുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കണം. ക്രിസ്തുവിനെ കർത്താവായി രക്ഷദൈവം സ്ഥാപിച്ചു കഴിഞ്ഞു. മാനവകുലത്തിന് മുഴുവനും വേണ്ടിയിട്ട്. ഇത് എപ്പോഴാ എനിക്ക് കിട്ടുക? അവനെ കർത്താവായിട്ട്, അവൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് മരിച്ചതാണെന്ന് വിശ്വസിച്ച് ആ ബലിയോട് ഞാൻ ഐക്യപ്പെടുമ്പോഴാ ആ രക്ഷയുടെ അനുഭവം എനിക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്തു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ ബലിയർപ്പണം നടന്ന കാലഘട്ടം എത്രയായി? എന്നിട്ട് പോലും ഇന്ന് പലർക്കും ഈ രക്ഷയുടെ അനുഭവം കിട്ടില്ല. എന്താ കിട്ടാത്തതിന്റെ കാരണം? അത് എൻ്റെ പരിഹാര ബലിയാണ്, അവൻ എനിക്ക് വേണ്ടി മരിച്ചെന്ന് തിരിച്ചറിഞ്ഞ് അവൻ എൻ്റെ കർത്താവ് രക്ഷകനാണെന്ന് ഹൃദയത്തിൽ നീ വിശ്വസിക്കും. അതാണ് റോമർ ലേഖനം 10:9 പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ആകയാൽ യേശു ക്രിസ്തു കർത്താവാണെന്ന് അതിനും കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുകയും ചെയ്യുമ്പോ നീ രക്ഷ പ്രാപിക്കും. അപ്പോഴാ രക്ഷപ്പെടുള്ളൂ. ദൈവം നമുക്കൊരു ഡെപ്പോസിറ്റ് നടത്തി കഴിഞ്ഞു. രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളത്, വിടുതലിന് വേണ്ടിയിട്ടുള്ളത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്രിസ്തു കുരിശുമരണം നേടിക്കഴിഞ്ഞു. പക്ഷേ ഇത് എനിക്കിന്ന് അനുഭവിക്കാൻ പറ്റാത്തത്, ഞാൻ അതിനെ ഐക്യപ്പെട്ട് ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് പത്രോസൊക്കെ പറയുന്നത്, കർത്താവിനെ നീ ഹൃദയത്തിൽ പൂജിക്കണം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-19 തിരുവാക്യങ്ങളിൽ അവിടെ എഴുതി പഠിപ്പിക്കുന്ന വാക്കെങ്ങനെയാണ്? വിദൂരസ്ഥരായ നമ്മളെ ക്രിസ്തു തൻ്റെ കുരിശുമരണം വഴി സമീപസ്ഥരാക്കി. എന്നിട്ട് അവൻ തൻ്റെ ശരീരമായ തിരശ്ശീല അവൻ മാറ്റി. ക്രിസ്തുവിന്റെ ബലിയർപ്പണ നേരത്ത് നാം പഠിക്കുന്നുണ്ട് ബൈബിളില്, വിശുദ്ധ മത്തായി സുവിശേഷത്തില് 27-ാം അധ്യായത്തിൽ 51 വചനഭാഗങ്ങളിൽ, അവൻ മരിക്കുന്ന നേരത്ത് ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് കീറി 2ആയി മാറി. നടുവേ കീറിപ്പോയി. താഴേന്ന് മുകളിലേക്കല്ല കീറി എഴുതിയിരിക്കുന്നു, മുകളിൽ നിന്ന് താഴേക്ക് കീറി 2ആയി പിരിഞ്ഞു മാറി. ഈ തിരശ്ശീലയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പഴയ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അത് നമ്മളൊരു സാധാരണ തിരശ്ശീലയില്ല, കരിമ്പടം പോലത്തെ വളരെ കട്ടിയുള്ള, കുതിരകളെ വെച്ച് വലിച്ചു കെട്ടിയാൽ പോലും കീറിപ്പോകാത്ത ഒരു തിരശ്ശീലയാ സമാഗമ കൂടാരത്തിന് ഇട്ടിരുന്നത്, അതിവിശുദ്ധ സ്ഥലത്തിന് മുന്നിലിട്ടിരുന്നത്. ശ്രദ്ധിക്കൂ, ആ പഴയ നിയമ കാലഘട്ടത്തില് ദൈവം ഇസ്രായേൽ മക്കളുടെ കൂടെ ഇരുന്ന് സമാഗമ കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അതിനെ ഘടന പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ആദ്യ ഭാഗം പ്രകാരം, തിരുമുറ്റം എന്നൊക്കെ പറയില്ലേ, പ്രകാരത്തില് അവിടെ വരെ ദൈവമക്കൾക്ക് വരാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ബലിയർപ്പണം നടത്തും, യാഗപീഠത്തിലേക്ക് ബലിവസ്തുക്കളെ കൊണ്ടുകൊടുക്കും, പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് ഇതെല്ലാം ചെയ്യും നമ്മൾ. പക്ഷെ അതിനപ്പുറത്ത് വിശുദ്ധ സ്ഥലം പുരോഹിതർക്ക് മാത്രം കടക്കാൻ പറ്റുന്ന ഇടമായിരുന്നു. അതിനപ്പുറത്ത് ഈ തിരശ്ശീലയ്ക്കകം അവിടെ അതിവിശുദ്ധ സ്ഥലം മഹാപുരോഹിതന്മാരും മാത്രം ആണ്ടിലൊരിക്കൽ കയറുന്ന സ്ഥലമായിരുന്നത്. ബൈബിളിൽ എഴുതിയിരിക്കുക, ക്രിസ്തുവിന്റെ മരണത്തിന്റെ സമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല നെടുവേ കീറി, അത് മുകളിൽ നിന്ന് കീറി താഴേക്ക്. അടിയിൽ നിന്ന് കീറാണെങ്കിൽ നമുക്ക് ചിന്തിക്കായിരുന്നു ആരെങ്കിലും വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കായിരുന്നു. മുകളിൽ നിന്ന് തന്നെ താഴേക്ക് കീറി ഇറങ്ങി മാറി. കുതിരകളെ കെട്ടി വലിച്ചാൽ പോലും കീറിപ്പോകാത്തത്. എന്താ ക്രിസ്തു അവിടെ സൂചിപ്പിക്കുന്നത്? ക്രിസ്തുവിന്റെ ബലിയർപ്പണം വഴി വിദൂരസ്ഥരായിരുന്നു, അതായത് ബലിപീഠം കാണുവാനോ അത് ആരാധിക്കുവാനോ സാധിക്കാതിരുന്ന ദൈവമക്കളെ അവന്റെ ശരീരത്തിലെ
വിരിവഴി, അവന്റെ ശരീരമാകുന്ന വിരിവഴി അവൻ സമീപസ്ഥരാക്കി എന്ന് പറഞ്ഞ ക്രിസ്തു ഇതിനെല്ലാം, നമ്മുടെ മുഴുവനും ലോകം മുഴുവന്റെയും ഇന്നുള്ളവയ്ക്കും, ഇന്നുള്ള തലമുറ, കഴിഞ്ഞുപോയ തലമുറ, വരാനിരിക്കുന്ന തലമുറ, സകലരുടെ പാപത്തിന് ഏക പരിഹാര ബലി. അതുകൊണ്ട് ഹെബ്രായ ലേഖനം പറയുന്നത് 9:22, രക്തം ചിന്താതെ പാപമോചനമില്ല. അവന്റെ രക്തം വഴി, അവന്റെ ശരീരം വഴി പരിഹാരം ചെയ്ത് നമ്മളെ സമീപസ്ഥരാക്കി. ഇന്ന് നമുക്ക് ആൾത്താരയ്ക്ക് അടുത്ത് വരെ വരാൻ ഉള്ള അവകാശമുണ്ട്. എവിടുന്ന് കിട്ടി? ക്രിസ്തുവാണ് ഈ യോഗ്യത നേടിത്തന്നത്. നമുക്ക് യോഗ്യത ഉണ്ടായതുകൊണ്ടല്ല. മഹാപുരോഹിതരൊക്കെ അന്ന് അവരുടെ ശരീരത്തിൽ മഹാപുരോഹിതർ പ്രത്യേക വസ്ത്രമുണ്ട്, വസ്ത്രത്തിലൊക്കെ മണി കെട്ടും. മണി എന്താ കാരണം? ഈ മണിക്കിലുക്കം നിലച്ചു കഴിഞ്ഞ പാപമുള്ളവൻ ഉള്ളിലേക്ക് കയറിയ അവിടെ മരിക്കും. അവരുടെ മഹാപുരോഹിതർ ഒരു കാലിൽ കയറ് കെട്ടിയിട്ടാണ് ഉള്ളിലേക്ക് വിടുക. കാരണം ഏതെങ്കിലും പാപത്തോടെയാണ് അതിവിശുദ്ധ സ്ഥലത്ത് കയറുന്നെങ്കിൽ അനക്കം, ഈ മണിയടി ശബ്ദം നിന്നു കഴിഞ്ഞാൽ അവർ ആ കയറുമ പിടിച്ച് വലിച്ച് ജഡം പുറത്തെടുക്കും. പുരോഹിതന്മാര് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും പരമോന്നതമായ കർത്താവിന്റെ ബലിപീഠത്തിനരികിലേക്ക് ക്രിസ്തു യോഗ്യത നേടിത്തന്നത് നമ്മളെ പാപത്തിന്റെ മുഴുവനും ഭാരവും അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്തവൻ കാൽവരിയിൽ ബലിയർപ്പണം നടത്തിയിട്ടാണ്. ഹല്ലേലൂയ. മക്കളെ, ക്രിസ്തുവിന്റെ പരിഹാരം ആണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു ആനന്ദത്തില്, ഈ രക്ഷയില് വളരാനും ജീവിക്കാനാ ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അവൻ കുരിശിൽ മരിക്കുമ്പോൾ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ടാവുള്ളൂ. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് വിലപിച്ചപ്പോൾ അവർ വിചാരിച്ചു അവൻ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനുള്ള ദാഹമാണെന്ന. എന്താ ദാഹം? ക്രിസ്തുവിന്റെ കുരിശിലെ യഥാർത്ഥ ദാഹം മനസ്സിലാക്കിയാൽ പിന്നീട് ഒരിക്കലും അവനെ ഹൃദയത്തിൽ നമ്മൾ മാറ്റി നിർത്തില്ല. യഥാർത്ഥത്തിൽ അവന്റെ ദാഹം എന്തായിരുന്നു? എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഈ കുരിശിൽ ബലിയാകുന്നുവെങ്കിൽ എനിക്ക് അവരുടെ ഹൃദയത്തിൽ വസിക്കണമെന്നൊരു ദാഹമായിരുന്നു. ഈ നോമ്പ് കാലത്ത് ചിന്തിക്കണം, എൻ്റെ ക്രിസ്തു ഇത്ര പാടുപീടകൾ സഹിച്ച്, അവൻ സഹിച്ച പീഡകൾ ഓർത്തു നോക്കിയേ. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് രാജാവ് വർണ്ണിക്കുന്നത് എങ്ങനെയാ? 129:3 അവർ ഉഴുവുചാല് കീറി, നീളത്തിൽ എൻ്റെ മുതുകിൽ ഒരു ഉഴുവുചാൽ അവർ കീറി എന്ന് പറഞ്ഞ ഉഴുതുമറിച്ച കണ്ടം പോലെ അവർ അടിച്ച് തകർത്തു റോമൻ പടയാളികളും. ഹംഗറി രാജ്ഞി വിശുദ്ധ എലിസബത്ത്, വിശുദ്ധ മെറ്റിൽഡ, ബ്രിജിത്ത വിശുദ്ധകൾക്കൊക്കെ കൊടുത്ത ദർശനത്തില് ഈശോ പറഞ്ഞു കൊടുക്കുക, അവന്റെ ശരീരത്തില് മാംസം ഞാങ്ങണ വെച്ചടിച്ചപ്പോ തൊലിയിൽ തൂങ്ങിക്കിടന്നിരുന്നു. അറവുശാലയിലും മാംസം വെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ യേശുവിന്റെ ശരീരത്തിൽ മാംസം തൊലിയിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു. ഞാങ്ങണയുടെ ഭാഗം കൊണ്ട് കവിള് പൊളിഞ്ഞു തൂങ്ങിക്കിടന്നിരുന്നു. ചുണ്ടില് കൂട്ടിയടിച്ചിട്ട് യേശയപ്രവചനം 50-6 പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന വാക്ക് എങ്ങനെയാ? അവൻ നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും മുഖം തിരിച്ചില്ല, അവന്റെ താടി രോമങ്ങൾ പറിച്ചെടുത്ത് അവന്റെ മുഖത്തവർ അടിച്ചു എന്നു. ചുണ്ടുകൂട്ടിയൊക്കെ യേശുവിനെ അടി കെട്ടിയപ്പോ നമ്മുടെ ചുണ്ടിന്റെ ഒക്കെ സ്വഭാവം നമുക്കറിയാം. ഒരു ചെറുതായിട്ടൊന്ന് തട്ടി കഴിഞ്ഞാൽ തടിച്ചു വീർക്കും. അപ്പൊ ചുണ്ടുകൂട്ടി യേശുവിനെ അടിച്ചപ്പോ അവന്റെ ചുണ്ടൊക്കെ വെള്ളം കെട്ടി വീർത്തിരിക്കുകയായിരുന്നു. എന്ത് ഭംഗിയുണ്ട് ഈശോയ്ക്ക്. യേശയപ്രവചനം 52:14 പറയാ, അവനെ കണ്ടവർ അമ്പരന്നു പോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു, രൂപം പോലും നഷ്ടപ്പെട്ടു പോയൊരു ഈശോ. ഇത്രമാത്രം ഈശോ സഹിച്ചു കൂട്ടിയത് നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഈശോയ്ക്ക് നമ്മൾ ഹൃദയത്തിൽ ഇടം കൊടുത്തോ? യേശയപ്രവചനം 53-ാം 1 മുതൽ 5 വരെ വായിക്കുമ്പോ ബൈബിൾ എഴുതിയിരിക്കുക 3-ാമത്തെ തിരുവാക്യത്തിൽ 53:3 അവനെ കണ്ടവർ മുഖം തിരിച്ച് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. മുഖം തിരിക്കുന്ന അത്രമാത്രം ഭീകരത ഈശോയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും കൊന്ത നമസ്കാരമൊക്കെ ചൊല്ലുമ്പോൾ കുരിശിന്റെ വഴി പ്രാർത്ഥനയിലൊക്കെ യേശുവിന് മുൾക്കിരീടം അണിയിച്ചതായിട്ടാണ് നമ്മൾ പറയുക. ഏതോ കിരീടം വെച്ചതുപോലെയാ പലരും വായിക്കാറുള്ളത്. എന്നാൽ ഈശോ വിശുദ്ധർക്ക് കൊടുത്ത ദർശനത്തിൽ പറയാ, അവരെന്റെ ശിരസില് മുൾക്കിരീടം അണിയിക്കുകയല്ല ചെയ്തേ. ചിന്തിച്ചാൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, മുള്ളുകൊണ്ട കിരീടം ഇതെടുത്ത് ആർക്ക് അണിയിക്കാൻ പറ്റുക? പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് മുഴുവനും മുള്ളല്ലേ? വെക്കുന്നവന്റെ അണിയിക്കുന്നവന്റെ കയ്യില് മുള്ളു കയറില്ലേ? അതുകൊണ്ട് അവർ ചെയ്ത ഉപാധി എന്താണെന്ന് അറിയാമോ? ഒരു വടിയെടുത്ത് ഈശോയുടെ ശിരസിലേക്ക് അത് വെച്ച് അടിച്ച് പലകയെടുത്ത് അടിച്ചു ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അടിച്ചുറപ്പിച്ചു യേശുവിന്റെ ശിരസില് പലക കൊണ്ട് അടിച്ചുറപ്പിച്ചു. അതുകൊണ്ടാ കുരിശിന്റെ വഴി സമയങ്ങളിലൊക്കെ യേശു പലാവർത്തി വീഴുന്നതായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. വീണിട്ടും ഈശോയുടെ ശിരസിൽ നാം മുൾക്കിരീടം താഴെ പോയില്ല. എന്താ കാരണം? ഇത് വെറുതെ അണിയിച്ചു വെച്ചിരിക്കുന്നതല്ല, ഇത് അടിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്നതാ. തലയോട്ടിലാ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രമാത്രം പീഡകളാണ് ഈശോ സഹിച്ചു കൂട്ടിയത്.
അവനെ കണ്ടാൽ അമ്പരക്കുന്ന രീതിയിൽ, മുഖം തിരിക്കുന്ന രീതിയിൽ, യഥാർത്ഥത്തിൽ ഈശോയുടെ പീഡയേറ്റൊരു ശരീരം കണ്ടു കഴിഞ്ഞ ഒരു മനുഷ്യ മനസ്സിനും കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു. അത്ര പീഡ നിറഞ്ഞത്, ഭീകരത നിറഞ്ഞത്, മുറിവില്ലാത്തൊരു ശരീരഭാഗമില്ല. 1008 മുറിവുകൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. 1008 മുറിവുകൾ, 38,430 രക്തം. ഒരു ആരോഗ്യമുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇത്രമാത്രം രക്തം ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഒഴുക്കിപ്പോ. ലുങ്കിനോസ് എന്ന ഒറ്റക്കള്ളൻ പടയാളി വിലാപ്പുറത്ത് കുന്തം കൊണ്ടൊരു കുത്തുകുത്തിയപ്പോ അവസാന തുള്ളിയും വെള്ളം കലർന്ന ആ രക്തം നിലത്ത് വീണു. അപ്പോഴും ഈശോ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്തായിരിക്കും? മക്കളെ, ഇനി നിങ്ങൾക്ക് വേണ്ടി ചൊരിയാൻ എൻ്റെ ശരീരത്തിൽ രക്തമില്ല. രക്തം ചിന്തുവല്ല ഈശോ ചെയ്തത്, ചൊരിയാ ചെയ്ത്. ഒരു പാത്രത്തിലെ വെള്ളം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അവസാന തുള്ളി ഒഴിച്ചെടുക്കുന്നത് പോലെ അവന്റെ ശരീരത്തിൽ കളക്ട് ചെയ്യപ്പെട്ട അവസാന തുള്ളി മുഴുവനും ഒഴുക്കിത്തന്ന് ക്രിസ്തു പരിഹാരം ചെയ്തു. ഇത്രയും തന്നവനെ സ്നേഹിക്കുക, ആ റേഞ്ചിൽ നിലനിൽക്കുക. അപ്പോഴല്ലേ ക്രിസ്തു ചെയ്ത ഈ പരിഹാര ബലിക്ക് ഒരു ഉത്തരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിന്ന് കർത്താവിന്റെ ബലിയോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ. റോമർ ലേഖനം 8:1, ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് പിന്നെ ശിക്ഷയില്ല. ഈ ബലിയർപ്പണം നടത്തി ക്രിസ്തു സ്വപ്നം വെച്ചിരിക്കുക. എന്നിട്ടും നീ ഇന്ന് പരിധിക്ക് പുറത്താണെങ്കിൽ അവന്റെ ചങ്കല്ലേ തകർക്കുന്നത്. റോമൻ പടയാളികൾ കൊടുത്തതിനേക്കാൾ കഠോര ശിക്ഷയല്ലേ ഈ രക്ഷയ്ക്ക് പരിധി പോകുമ്പോൾ ദൈവത്തിന് നമുക്ക് കൊടുക്കുന്നത്, ക്രിസ്തുവിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം, ക്രിസ്തുവിന്റെ ബലിയോട് ഐക്യപ്പെടാം. യേശുപ്രവചനം 59:1, രക്ഷിക്കാൻ കഴിയാത്തവിധം അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാത്തവന് അവന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്നെയും എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിന്റെ അകൃത്യമാണെന്ന് കർത്താവ് പറയുമ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ഏതെല്ലാം പാപശീലങ്ങളോ സ്വഭാവങ്ങളുണ്ടോ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച്, അത് ഈ നോമ്പ് കാലഘട്ടത്തിൽ 50 ദിവസം മാത്രമല്ല, എന്നേക്കുമായി. കാരണം അവന്റെ പ്രേമലേഖനത്തിൽ വായിച്ചില്ലേ നമ്മൾ 3:17 മനുഷ്യപുത്രന് അവന് ലോകത്തിലേക്ക് അയച്ചു തന്നത് അവൻ എന്നേക്കുമായി ലോകത്തിന് രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ രക്ഷ സ്വന്തമാക്കി ജീവിച്ച് നമുക്ക് കർത്താവിനെ സന്തോഷിപ്പിക്കാം. അവന്റെ ബലിക്ക് ഉത്തരവുണ്ടാകുന്നത് ഞാനും നിങ്ങളും ഈ റേഞ്ചിൽ നിലനിൽക്കുമ്പോഴാണ്. ഇടയ്ക്ക് കുമ്പസാരിച്ച് കുറെ ദിവസം വിശുദ്ധിയോടെ നിന്നു വീണ്ടും പാപം ചെയ്യുക, അങ്ങനെ മാറി 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 വരുന്നൊരു തീരുമാനമല്ല. എന്നും ക്രിസ്തുവിനെ, ഒരു നവവധു ഒരു മണവാളനെ സ്നേഹിക്കുന്നത് പോലെ എന്നും ജീവനും ചങ്കുമായിട്ട് അവനെ സ്നേഹിച്ച് ജീവിക്കുമ്പോഴാ ക്രിസ്തുവിന്റെ ബലിക്ക് ഒരു പരിഹാരം ഞാൻ കൊടുക്കുന്നത്. അവൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു, ആ പരിഹാരത്തിൽ ഞാൻ പങ്കാളിയാകുന്നത്, ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കുന്നത്. ആകയാൽ ദൈവമക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കരം കൂപ്പിപ്പിടിച്ച്. കേട്ട വചനം കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ നീ അഗ്നിയാക്കണമേ. ക്രിസ്തുവിന്റെ ബലിയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റുവാൻ ഉള്ള അഭിഷേകം എന്നെ കേൾക്കുന്ന സകല ദൈവമക്കൾക്കും അവിടെ നൽകണമേ. അവന്റെ രക്ഷയുടെ ആനന്ദത്തിൽ നിലനിൽക്കാൻ സങ്കീർത്തനം 51:12 ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നീ വളർത്തണമേ. ഇന്നു വരെയല്ല, ഈ 50 ദിവസമല്ല, അല്ലെങ്കിൽ ഈ നാളുകൾ മാത്രമല്ല, എൻ്റെ മരണം വരെ ഒരുക്കമുള്ള ഹൃദയം നൽകി അവിടുത്തെ രക്ഷയുടെ ആനന്ദത്തിൽ ജീവിച്ച് തീർക്കുവാൻ, അവൻ നാട്ടിയ കാൽവരിയിലെ ടവറിന്റെ ആ രക്ഷയുടെ പരിധിയിൽ, റേഞ്ചിൽ എന്നും നിലനിൽക്കാൻ അഭിഷേകം തരണമേ. പ്രാർത്ഥിക്കാം. കേട്ട വചനത്താൽ ഞങ്ങളെ ശുദ്ധി ചെയ്യണമേ. കേട്ട വചനത്താൽ വിശ്വാസം ഞങ്ങളെ ബലപ്പെടുത്തണമേ. കേട്ട വചനത്താൽ വിശുദ്ധമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. നവവധുവിനടുത്ത സ്നേഹം എൻ്റെ ക്രിസ്തുവിനോട് എനിക്ക് പങ്കുവെക്കാൻ ഒരു അഭിഷേകം തരണേ. പ്രാർത്ഥിക്കും. കേട്ട വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യണമേ. ഈ നോമ്പ് കാലഘട്ടത്തിൽ അവന്റെ രക്ഷയോട് ഐക്യപ്പെടാൻ, അവന്റെ കുരിശുമരണത്തോട് നല്ല കള്ളൻ ഐക്യപ്പെട്ടപ്പോൾ അവന് പറുദീസ കൊടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അവന്റെ ബലിക്ക് ഇടം കൊടുക്കുവാൻ, ആദ്യത്തെ മാർപ്പാപ്പയുടെ വാക്ക് ക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ പൂജിക്കാൻ, എന്നും പൂജിച്ച് അവനെ സ്നേഹിച്ച് അവന്റെ രക്ഷ ആനന്ദിച്ച്, രക്ഷയിൽ ആനന്ദിച്ച് ജീവിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.